ഹലോ, എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ഇന്ന് ഞാനും ഒപ്പായും കൂടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ യൊയ്തോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമ്മർ ടൈമിൽ ഇവിടുത്തെ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാനും ഒപ്പായുടെ അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കൊറിയയിൽ വന്നിട്ട് ഞാൻ ഓരോ വർഷവും ഈ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഈ പോയ സ്ഥലങ്ങളിലെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ചിനെ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടുത്തെ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ അടിപൊളിയാണ്. നമുക്കത് കൊറിയയിലുള്ള വേറെ ഏത് ലൊക്കേഷനുള്ള ചെറി ബ്ലോസം ഫെസ്റ്റിവലായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അടിപൊളിയാണ് ചിനെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ചെറി ബ്ലോസം ഫെസ്റ്റിവൽ. അപ്പോൾ ആരെങ്കിലും കൊറിയയിൽ എന്താ പറയുക ഈ ചെറി ബ്ലോസം കാണാൻ വേണ്ടിയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിനെ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് വേണം കാണാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ചെറി ബ്ലോസം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ ഈ യൊയ്തോ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇതും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഉള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും ഒപ്പായും കൂടെ ഇവിടെ വന്നത്. അപ്പോൾ ഈ ഒപ്പം വരുന്നതിന് മുമ്പേ ഒപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിനെ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടതുപോലെ അല്ല ഇവിടുത്തെ ചെറി ബ്ലോസം. ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരുപാട് ചെറി ബ്ലോസം ട്രീസ് ഒന്നും ഇല്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥലം ഫേമസ് ആയത്. വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അത് ശരിയാണ്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ചെറി ബ്ലോസം മരങ്ങളിങ്ങനെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഞാൻ ഈ ചിനെ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടതുപോലെ ഉള്ള അത്രയും ആയിട്ട് എന്താ പറയുക അത്രയൊരു ഭംഗി ഇല്ലായിരുന്നു ഇവിടെ. എന്നാൽ ഇവിടെ വരെ വന്നല്ലെന്ന് വിചാരിച്ച് ഞാൻ ഉപ്പായുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് നല്ല ഫോട്ടോ എടുക്കാനുള്ള ഒരു സൗകര്യമൊന്നും ഇല്ലായിരുന്നു. കാരണം ആൾക്കാരിങ്ങനെ വന്നും പോയി നിൽക്കുന്നത് കാരണം. എനിക്ക് തോന്നുന്നു ഇത് സിറ്റി സൈഡ് ആയത് കാരണം തന്നെ ഇവിടെ നമുക്ക് റോഡ് സൈഡിലൊന്നും ചെറി ബ്ലോസം ഒന്നും വലുതായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഇത്രയും ആൾക്കാർ വരുന്നത്. ഇവിടെ താമസിക്കുന്ന ഈ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിനെക്കാട്ടി ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ചെറി ബ്ലോസം ഇങ്ങനെ ഒരുപാട് ചെറി ബ്ലോസം പൂത്ത് നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ വീടിനടുത്തുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ ഒന്ന് ഇതെല്ലാം ഒന്ന് നടന്നൊന്ന് കണ്ടു നോക്കാം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹന്നം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ കൗൺസിലേറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിന് എൻ്റെ ഇന്ത്യൻ സർട്ടിഫിക്കറ്റുകൾ എല്ലാം അറ്റസ്റ്റേഷൻ ചെയ്തത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ എംബസിയിൽ ചെന്നത്. പക്ഷേ ഇവിടെ അവർ അറ്റസ്റ്റേഷൻ ചെയ്ത് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. സാധാരണ ഓരോ രാജ്യത്തുള്ള മറ്റു രാജ്യങ്ങളിലെ എംബസികളാണല്ലോ അറ്റസ്റ്റേഷൻ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യയിൽ സർട്ടിഫിക്കറ്റ് അയച്ചിട്ട് അറ്റസ്റ്റേഷൻ ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ അറ്റസ്റ്റേഷൻ ചെയ്ത് കൊടുക്കുന്ന ഏജൻസികൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ചിട്ട് വേണം അറ്റസ്റ്റേഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇരട്ടി പണിയാണ്. എന്താണെന്ന് അറിയത്തില്ല ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ ചെയ്ത് കൊടുക്കാത്തത്. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ഒപ്പായും കൂടെ ഇന്ത്യൻ ഗ്രോസറിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഈ ചക്ര എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നടത്തുന്ന അവർക്ക് തന്നെ ഒരു ഇന്ത്യൻ ഗ്രോസറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഞാൻ പുളിയും അതേപോലെ തന്നെ വേറെ എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ താലിയാട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അപ്പോഴാണ് നോക്കിയത് ഈ ബാക്കിലിരിക്കുന്ന പിക്ചർ കണ്ടത്. അപ്പോൾ പിക്ചറല്ല ഡ്രോയിങ് കണ്ടത്. അപ്പോൾ ഒപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു അത് ആരാ എന്തെന്നൊക്കെ. അങ്ങനെ ഞാൻ ഒപ്പാക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആര് വരച്ചതാ, എന്ന് വരച്ചതാ, പണ്ടത്തെ കാലത്തുള്ള കോസ്റ്റ്യൂം ഡിസൈന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു
ഞാനും അങ്ങനത്തെ ആ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, എൻ്റെ കണ്ണ് വലുതായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ താലി ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലുള്ള റൈസ് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്റ്റൈൽ റൈസായിരുന്നു. അങ്ങനെ എൻ്റെ മുഖം കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന്. അങ്ങനെ ഒപ്പ എൻ്റെ അടുത്ത് പറയുവാണ്, ടേസ്റ്റ് ഇല്ലല്ലേ, മുഖം കണ്ടാൽ അറിയാമെന്ന്. അങ്ങനെ ഞാൻ ചിരിച്ചു. ഒപ്പം ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് കറിയും അതുപോലെ തന്നെ നാണുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ താലി കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ താലിയിൽ എന്ന് പറഞ്ഞാൽ ബട്ടർ ചിക്കനും അതേപോലെ തന്നെ തന്തൂരി ചിക്കനുമായിരുന്നു ഉണ്ടായിരുന്നതും. അപ്പോൾ ഒപ്പാടെ ഫുഡ് വെയിറ്റ് ചെയ്ത് നമ്മൾ കുറേ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒപ്പാടെ ഫുഡ് വരാത്തത് കാരണം ഞാൻ കഴിച്ച് തുടങ്ങി. ഞാൻ ഒപ്പ പറഞ്ഞ് പെട്ടെന്ന് കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് തണുത്ത് പോകുമെന്ന്. അങ്ങനെ ഒപ്പ വായിൽ ഇങ്ങനെ വെള്ളം ഇറക്കി ഇരിക്കുമായിരുന്നു. അവർ ഞാൻ ഫുള്ള് കഴിച്ച് കഴിഞ്ഞതിന് ശേഷവും ഒപ്പാടെ ഫുഡ് വന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ പകുതി ഫുഡ് ഒപ്പാക്കാട്ടോ കൊടുത്തത്. കാരണം ഒപ്പായും വിശന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഒപ്പാടെ ഫുഡ് വരുന്നത് വരെ ഇങ്ങനെ വിശന്ന് ഞാൻ കഴിക്കുന്നത് നോക്കിയിരിക്കുന്ന മോശമല്ലെന്ന് വിചാരിച്ച് ഞാൻ ഒപ്പാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുള്ള് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒപ്പാടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പ റൊട്ടിയും അതേപോലെ തന്നെ നാണുമാണ് ഓർഡർ ചെയ്തിരുന്നതും. അപ്പോൾ രണ്ടും എന്താ ഡിഫറൻസ് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒപ്പാക്കൊന്ന് കഴിച്ച് നോക്കണമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ രണ്ടുകൂടെ ഓർഡർ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ നാണ് അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ റൊട്ടി വലുതായിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഒപ്പാക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഒപ്പ പറഞ്ഞ നമ്മൾ ഇതുവരെ പോയിട്ടുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് നാൻ അടിപൊളി ടേസ്റ്റായിരുന്നു, ഇവിടുത്തെ നാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഒപ്പ ഓർഡർ ചെയ്ത കറി എന്ന് പറഞ്ഞാൽ ചിക്കൻ വിന്താലു എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഓർഡർ ചെയ്തത്. സത്യത്തിൽ എനിക്ക് ചിക്കൻ വിന്താലു എന്ന് പറയുന്ന കറിയോട് വലിയ താല്പര്യമില്ല, പക്ഷേ ഒപ്പാക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒപ്പയുടെ നേരെ വീട്ടിലോട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ പോയ സ്ഥലത്ത് നിന്ന് നമ്മുടെ വീട്ടിലോട്ട് ബസ്സിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ കാറിലാണ് പോയത്. അത് കാരണം തന്നെ ട്രാഫിക്കിൽ കുരുങ്ങി ഒച്ചഴയുന്ന പോലെയാണ് വന്നത്. അങ്ങനെ നമ്മുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് 4 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വീട്ടിൽ വന്നപ്പോൾ കാണാം, ഇവിടെ ഒരാൾക്ക് പുച്ഛം എന്ന് പറഞ്ഞാൽ പുച്ഛത്തോട് പുച്ഛം, വിളിച്ചിട്ട് വരുന്നതുമില്ല, അവൻ്റെ പേര് വിളിച്ചിട്ടൊരു മൈൻഡും ഇല്ല, എന്നെയാണോ വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഇരുത്തമായിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്നാലും ഫുഡ് വന്നപ്പോഴത്തേക്ക് ആശാൻ ഓടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, അവൻ്റെ കൺട്രോള് പോവും. അപ്പോൾ ഫുഡ് നമ്മൾ കുറച്ച് നേരത്തെ ആട്ടോ ഓർഡർ ചെയ്തത്. വേറെ ഒന്നും കൊണ്ടല്ല, ഒപ്പ അവിടെ നിന്ന് ഒരു നാൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ആ റൊട്ടി ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കഴിച്ചില്ലായിരുന്നു. അങ്ങനെ വീടെത്തിയപ്പോഴത്തേക്ക് ഒപ്പാക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒപ്പ പറഞ്ഞു നിന്നപ്പോൾ വിശക്കുന്നത് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന്. അങ്ങനെ വിചാരിച്ചു നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ. അപ്പോൾ ഇന്ന് ഓർഡർ ചെയ്തേക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ കൊറിയയിൽ മാത്രം കിട്ടുന്ന ചൈനീസ് ഫുഡാണ്. സത്യത്തിൽ ഇത് ചൈനീസ് ഫുഡാണ്, പക്ഷേ കൊറിയയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് ഈ ജജങ്മ്യം എന്ന് പറയുന്ന ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ കൊറിയയിലുള്ള ചൈനീസ് റെസ്റ്റോറൻറ്റിൽ മാത്രമാണ് കിട്ടുന്നത്. ചൈനയിൽ പോയാൽ കഴിക്കാൻ പറ്റത്തില്ല എന്നാണ് ഒപ്പ എൻ്റെ അടുത്ത് പറഞ്ഞത്. കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. പിന്നെ നമ്മൾ തൻസിയുക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റോടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്വീറ്റ് ആൻഡ് സോർ പോർക്കാണ്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒപ്പാടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ്. ഞാൻ പല വീഡിയോകളിലും ഈ ഫുഡ് കഴിക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ഒപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇത് മിക്സ് ചെയ്യുന്നത് ഭയങ്കര പാടാണെന്ന്. ഈ നൂഡിൽസും ഈ എന്താ പറയുക ടാറ് പോലെ ഇരിക്കുന്ന ഇതിൻ്റെ സോസും ഒക്കെ ഇങ്ങനെ ഒഴിച്ചിങ്ങനെ രണ്ടുകൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും. എനിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുന്നേ. പെട്ടെന്ന് വിശന്നിരിക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഇത്. മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് വിശപ്പെല്ലാം അങ്ങ് പോകും. അപ്പോൾ എപ്പോഴും ഒപ്പായാട്ടോ ഞങ്ങൾ ഈ ഫുഡ് വാങ്ങിക്കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് തരുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി രാവിലെ തൊട്ട് നമ്മൾ നടന്നും അതേപോലെ തന്നെ കറങ്ങിയൊക്കെ തളർന്നിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത്. അങ്ങനെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രാമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഈ ഡ്രാമയുടെ പേര്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ.